everyone, welcome back to Bosco Campus Vision YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. Today I am here with the paper Managerial Economics, which is a co-paper for semester 1 BCom Tax Procedure and Practices students under Kerala University. This is the 43rd lecture of the series. In this lecture we are discussing about methods of pricing. Cost plus pricing. In methods of pricing, first one we have to discuss cost plus pricing. In cost plus pricing method, a fixed percentage, also called markup percentage, of the total cost is added to the total cost to the set price. Cost plus pricing method ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് നമ്മൾ ആഡപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കപ്പ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫിക്സഡ് പെർസെൻറ്റേജ് നമ്മുടെ ടോട്ടൽ കോസ്റ്റിനോട് ആഡപ്പ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന ആ ഫിക്സഡ് പെർസെൻറ്റേജിനെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റിനോട് ആഡ് ചെയ്യുന്ന ആ ഫിക്സഡ് പെർസെൻറ്റേജിനെ പ്രോഫിറ്റ് എന്ന് നമുക്ക് പറയാം. എന്നിട്ടാണ് നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് പ്രൈസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ XY is an organization bears the total cost of ₹100 per unit for producing a product. It adds ₹50 per unit to the price of the product as profit. XY is an organizationൻ്റെ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അവരുടെ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിന് ₹100 ആണ്. അവർ അതിൻ്റെ കൂടെ പ്രോഫിറ്റായിട്ട് ഒരു 50 രൂപയും പ്രൈസിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അപ്പോൾ ₹100 പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റും ₹50 അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന പ്രോഫിറ്റുമാണ് എങ്കിൽ ഇൻ സച്ച് എ കേസ് ദ ഫൈനൽ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ വുഡ് ബി ₹150. 100 രൂപ ടോട്ടൽ കോസ്റ്റ് ആയതും 50 രൂപ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് ആ പ്രോഡക്റ്റ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 150 രൂപയായിരിക്കും. കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ആവറേജ് കോസ്റ്റ് പ്രൈസിംഗ് ഓർ ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് ഓർ മാർക്കപ്പ് പ്രൈസിംഗ്. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഇൻ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻസ്. കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് മെത്തേഡിൻ്റെ വേറൊരു പേരാണ് ആവറേജ് കോസ്റ്റ് പ്രൈസിംഗ്, അല്ലെങ്കിൽ ഫുൾ കോസ്റ്റ് പ്രൈസിംഗ്, അല്ലെങ്കിൽ മാർക്കപ്പ് പ്രൈസിംഗ്. ഈ 3 പേരുകളും കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിൻ്റെ മറ്റ് പേരുകളാണ്. ഈ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറയുന്ന മെത്തേഡ് കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്നത് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻസിലാണ്. ഇൻ ദിസ് മെത്തേഡ് ഫോളോയിങ് ഡിസിഷൻസ് റിലേറ്റഡ് ടു പ്രൈസ് ഷുഡ് ബി മെയ്ഡ്. പ്രൈസിംഗ് ഡിസിഷൻ എടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മെത്തേഡിൽ നമ്മൾ കണ്ടെത്തേണ്ടത്? ഫസ്റ്റ് വൺ, എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ്. സെക്കൻഡ് വൺ, ചോയ്സ് ഓഫ് ഫെയർ പ്രോഫിറ്റ് മാർജിൻ. ആദ്യമായി കോസ്റ്റിന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം, എത്രയാണ് പ്രോഫിറ്റ് മാർജിൻ നമുക്ക് കിട്ടേണ്ടത്. ഇത് രണ്ടിനെയാണ് നമ്മൾ ഒരു പ്രൈസിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ. ദെൻ സ്റ്റേജസ് റിലേറ്റഡ് ടു കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ്. ഡിറ്റർമിനേഷൻ ഓഫ് ആവറേജ് കോസ്റ്റ് ഓർ AC. ഇൻ ദ ഷോർട്ട് റണ്ണിലാണ് എങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. ടോട്ടൽ കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും ടോട്ടൽ ആവറേജ് കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുമാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആവറേജ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ്. Average cost is equal to total cost divided by quantity. Average fixed cost is equal to total fixed cost divided by quantity. Average variable cost is equal to total variable cost divided by quantity. Then look at the advantages of cost plus pricing. When costs are sufficient stable for long periods, there is price stability, which is both cheaper administratively and less irritating to retailers and customers. ലോങ് പീരീഡിലേക്ക് കോസ്റ്റ് സഫിഷ്യൻ്റ് ആയിട്ട് സ്റ്റേബിൾ ആവുകയാണ് എങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ദ കോസ്റ്റ് പ്ലസ് ഫോർമുല ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്.
കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിൽ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു പ്രൈസ് എന്ന രീതിയാണ്. When the firm is unable to forecast the demand for its product, the cost plus method can be used. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവുമെന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കുന്നില്ല, ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഏറ്റവും നല്ല മെത്തേഡ് ഓഫ് പ്രൈസിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് മെത്തേഡാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇൻഫർമേഷൻ, ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് മാർക്കറ്റ് ഇൻഫർമേഷൻ ഒന്നും നമുക്ക് അറിയില്ല എങ്കിൽ, അത് എക്സ്പെൻസീവ് ആവുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് മെത്തേഡ് ഈ ഒരു സിറ്റുവേഷനിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉള്ളൊരു മെത്തേഡായിരിക്കും. Cost plus pricing is suitable in such cases where the nature and extent of competition is unpredictable. നമ്മൾ നേരിടേണ്ടി വരുന്ന കോമ്പറ്റീഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൈസിംഗ് മെത്തേഡാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് മെത്തേഡ്. Then look at the disadvantages of cost plus pricing. This method is based on cost and ignores the demand of the product, which is an important variable in pricing. കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് മെത്തേഡ് കോസ്റ്റിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അത് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. പക്ഷേ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് പ്രൈസിങ്ങിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതിനെ കൺസിഡർ ചെയ്യാത്തത് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് മെത്തേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. Then it is not possible to accurately ascertain total cost in all cases. എല്ലാ കേസിലും നമുക്ക് ടോട്ടൽ കോസ്റ്റിനെ കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലും നമുക്ക് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് മെത്തേഡ് ഉപയോഗിക്കാൻ സാധിക്കില്ല. This pricing method seems naive because it does not explicitly take into account the elasticity of demand. Cost plus pricing method is based on accounting data for total cost and not the opportunity cost that the sale of product incurs. കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് മെത്തേഡ് അക്കൗണ്ടിങ് ഡേറ്റയിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പ്രോഡക്റ്റിൻ്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ അത് കൺസിഡർ ചെയ്യുന്നേയില്ല. ദിസ് മെത്തേഡ് കനോട്ട് ബി യൂസ്ഡ് ഫോർ പ്രൈസ് ഡിറ്റർമിനേഷൻ ഓഫ് പെരിഷബിൾ ഗുഡ്സ് ബിക്കോസ് ഇറ്റ് റിലേറ്റ്സ് ടു ലോങ് പീരീഡ്. പെരിഷബിൾ ഗുഡ്സിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് ലോങ് പീരീഡിലേക്കുള്ള പ്രൈസിംഗ് മെത്തേഡാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് മെത്തേഡ്. പെരിഷബിൾ ഗുഡ്സ് ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ. ഡു ഹോംവർക്ക് ആൻഡ് സെൻഡ് മീ ബാക്ക് ത്രൂ വാട്സാപ്പ്. താങ്ക് യു ഫോർ ലിസണിങ്.